ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടുമുറ്റത്തുള്ള ഒരു പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിറച്ച് പഴങ്ങൾ വന്ന് നിൽക്കുകയാണ്. കാകൾ നിറച്ചുണ്ട്. നല്ല പഴുത്തതും പച്ചയായിട്ടുള്ളതും ഒക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൽ ഈ ഒരു കൊലയിൽ പഴുത്തതും പച്ചയുണ്ട്. ഇത് ഒരു വർഷത്തിൽ എപ്പോഴും ഇങ്ങനെ കായകളുണ്ടായിരിക്കും. ഇതിപ്പോൾ ഒരു 3 വർഷത്തോളം ആയ ഒരു ചെടിയാണ്. ഒരു വർഷമൊക്കെ ആകുമ്പോഴേ ഇത് കായ്ച്ചു തുടങ്ങും. ഇത് എപ്പോഴും ഇതിൽ പൂവും കായും ഒരുമിച്ച് തന്നെ ഉണ്ടായിരിക്കും. ഒത്തിരി മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ്. പെട്ടെന്ന് തന്നെ അതിൽ കായും ഇതൊക്കെ വന്നു തുടങ്ങും. ഇങ്ങനെ കൊലയായിട്ട് കായ്ച്ചു തുടങ്ങും ഇതിൽ. പിന്നെ കിളികൾ ഒത്തിരി കൊത്തിക്കൊണ്ട് പോവും. അപ്പോൾ എപ്പോഴും ഇതിൽ കിളികൾ കാണും. കിളികളുടെ ശല്യം ഭയങ്കരമാണ്. ഒന്നുകിൽ നമ്മൾ കെട്ടിയൊക്കെ നിർത്തണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പരുവാകുമ്പോൾ പറിച്ചു വെച്ചാൽ പെട്ടെന്ന് പഴുത്ത് കിട്ടും. പിന്നെ ഇതിനൊരു പീനട്ടിൻ്റെ ടേസ്റ്റാണ്. നല്ല പച്ച കപ്പലണ്ടിയുടെ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട്. ഇങ്ങനെ കൊലയായിട്ടാണ് കായ്ക്കുന്നത്. ആദ്യം നല്ല ഭംഗിയുള്ള ഇതുപോലുള്ള മഞ്ഞ പൂക്കൾ വരും. കൊലയായിട്ട് പൂക്കൾ വന്നിട്ട് അതിൽ കൊലയായിട്ട് തന്നെ ഈ ഓറഞ്ച് കളറിൽ കായ്ക്കും. ഇത് കായ്ച്ച് കിടക്കുന്നതാണ് ഭയങ്കര ഭംഗിയാണ്. നമുക്കൊരു ചെടി പോലെ തന്നെ വീട്ടിൽ നിർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ ഇത് ഹാർട്ടിനൊക്കെ നല്ലതാണ്. നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ സ്മെല്ലൊക്കെ കൊണ്ട് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിൻ്റെ ഒരു പച്ചയായിട്ടുള്ളൊരു കായാണ്. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വന്ന് കൊലയായിട്ട് പൂത്ത് ആണ് കായ്ക്കുന്നത്. ഇതിൻ്റെ പഴുത്ത് കഴിഞ്ഞ കായ കഴിക്കാൻ നല്ലതാണ്. കുറച്ച് സ്വീറ്റായിട്ട് ഉണ്ടായിരിക്കും. അത് നല്ല ബട്ടർ മാതിരി മെൽറ്റാവും അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം. ഇതിപ്പോൾ പച്ചയ്ക്ക് നിൽക്കുന്ന ഒരു കായാണ്. ഇതത്ര പാകമായിട്ടില്ല. ഇലകളൊക്കെ അത്യാവശ്യം നല്ല പച്ച കളറിൽ നല്ല ചെറിയ ചെറിയ ഇലകളാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചെടിയാണ്. ഇത് കഴിക്കാൻ അതിൻ്റെ സ്മെല്ല് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടത്തില്ല. ഇത് നല്ല വിളഞ്ഞ് പഴുത്ത ഒരു ഫ്രൂട്ടാണ്. ഈ പഴുത്ത പഴങ്ങൾ കഴിക്കാനാണ് കൂടുതലായിട്ടും കിളികൾ വരുന്നത്. പിന്നെ പച്ചക്കായ്കൾ കഴിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റായിട്ടോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല വിളഞ്ഞ് പഴുത്തിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അത് ഞാൻ പറിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഞാൻ മുറിച്ച് കാണിക്കാം. ഇതിനുള്ളിൽ ഇപ്പോൾ ഒരു സീഡുണ്ട്. ഈ വിത്ത് ഇതന്നെ എടുത്തിട്ട് നമുക്ക് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല കപ്പലണ്ടിയുടെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റാണ്. വറുത്ത് കഴിച്ചാൽ നല്ല പീനട്ടിൻ്റെ അതേ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പീനട്ട് ബട്ടർ എന്ന് പേര് വരുന്നത്. ഇതുപോലെ കൊലയായിട്ട് പറിച്ചു വെച്ചാൽ നമുക്ക് നല്ല പഴുത്ത ഇത് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ കിളികൾ കൊത്തിക്കൊണ്ട് പോകും. അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.